ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് അവസാനവട്ട റിവിഷൻ പ്ലാൻ. ശരിക്കും നമ്മൾ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് SCERT പാഠഭാഗങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിൽ തൊഴിൽ വാർത്തയിലെയും തൊഴിൽ വീതിയിലെയും മാതൃകാ പരീക്ഷ ഈ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോയി. അതിനുശേഷം ഈ പോർഷനുകളെല്ലാം സിലബസ് അനുസരിച്ച് നമ്മൾ റിവിഷനും തീർത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പഠിക്കുക, പഠിച്ചതൊക്കെ ഓർത്തു വയ്ക്കുക. അതിനുവേണ്ടി ഇന്നത്തെ ക്ലാസ് സയൻസിന്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. സയൻസ് നമുക്ക് 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊതുജനാരോഗ്യം. അത് 4 വീഡിയോസ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ആ റിവിഷൻ പ്ലാനിലെ വീഡിയോ പ്ലേലിസ്റ്റിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. ഇതെല്ലാം കൂടാതെ സയൻസിന്റെ ഓരോ പോർഷനെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഏകദേശം 100ഓളം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സ്പെഷ്യൽ വീഡിയോ. ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസിന്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ലഭിക്കും. അപ്പോൾ ആദ്യം ബയോളജി. പക്ഷികളിലെ ശബ്ദപ്പെട്ടി എന്നറിയപ്പെടുന്നത്. ശബ്ദപ്പെട്ടി, വോയിസ് ബോക്സ്. മനുഷ്യരിലാണെങ്കിൽ അത് ലാരിങ്സ്. എന്റെ സർജറിയിലെ ലാരിങ്സിന് പരാലിസിസ് സംഭവിച്ചതുകൊണ്ടാണ് ശബ്ദം തകരാറായത്. പക്ഷികളിൽ അതറിയപ്പെടുന്ന പേരാണ് സിറിങ്സ്. മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്തനികളിലെ ശബ്ദപ്പെട്ടി ലാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷികളിൽ ശ്വാസനാളത്തിന്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിറിങ്സ് ആണ് ശബ്ദപ്പെട്ടി. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി. നമുക്ക് എല്ലാവർക്കും അറിയാം, മൃതസഞ്ജീവനി. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് ഇതുവഴിയാണ് മൃതസഞ്ജീവനി പദ്ധതി നടപ്പിലാക്കുന്നത്. LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, സിലിണ്ടറുകളിലെ വാതക ചോർച്ച അറിയാൻ ചേർക്കുന്ന തീവ്ര ഗന്ധമുള്ള രാസവസ്തു. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഈഥൈൽ മെർക്യാപ്റ്റൈൻ. യഥാർത്ഥത്തില് LPGയിലുള്ള വാതകങ്ങളാണ് ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ. ഇതിന് രണ്ടിനും സ്വന്തമായി മണമില്ല. അപ്പോ ഗ്യാസ് ലീക്ക് ചെയ്താൽ നമുക്ക് മണം അറിയാനോ സുരക്ഷാ മാനദണ്ഡം സ്വീകരിക്കാനോ പറ്റില്ല. അതുകൊണ്ടാണ് സൾഫർ ചേർത്ത തീവ്രഗന്ധമുള്ള ഈഥൈൽ മെർക്യാപ്റ്റൈൻ ചേർക്കുന്നത്. ഈഥൈൽ മെർക്യാപ്റ്റൈന്റെ രാസസൂത്രം C2H5SH. എസ് സൾഫറിന്റെ പ്രസൻസിനെ കാണിക്കുന്നു. അടുത്ത ചോദ്യം, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ കണ്ടെത്തിയത് ആര്? ഉത്തരം ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയതും റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ചേരുംപടി ചേർക്കാൻ ശരിയായ ജോഡി തെറ്റായ ജോഡിക്കൊക്കെ ചോദിക്കാം. ഇനി ഫിസിക്സ് ആണ്. മൗലിക അളവ്. മൗലിക അളവ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സമയം, പിണ്ഡം, നീളം. ഓപ്ഷനിൽ വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെ വ്യത്യാസം വരും. കാരണം അന്താരാഷ്ട്ര യൂണിറ്റ് സിസ്റ്റം ഇന്റർനാഷണൽ അനുസരിച്ച് 7 മൗലിക അളവുകളുണ്ട്. നീളത്തിൻ്റെത് മീറ്റർ, പിണ്ഡത്തിൻ്റെത് കിലോഗ്രാം, സമയത്തിൻ്റെത് സെക്കൻഡ്, താപനിലയുടേത് കെൽവിൻ, വൈദ്യുത പ്രവാഹത്തിൻ്റെത് ആംപയർ, പ്രകാശ തീവ്രതയുടെ ക്യാൻഡല, പദാർത്ഥത്തിന്റെ അളവ് മോൾ. ഈ 7 യൂണിറ്റ്സ് ആണ് മൗലിക യൂണിറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് ലിവറാണ്. ഈ ലിവർ പക്ഷേ ബാഹ്യസ്രാവി ഗ്രന്ഥിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഗ്രന്ഥി ലിവർ, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്ലാൻഡ്.
തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ തൈറോക്സിൻ, കാൽസിറ്റോണിൻ. ഇവയുടെ നിർമ്മാണത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അയഡിന്റെ അഭാവം ഗോയിറ്റർ ഉണ്ടാക്കുന്നത്. ഏറ്റവും ചെറിയ അന്തഃസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് കാണുന്നത്? അതിന്റെ പ്രതിഭാസത്തിന്റെ പേര് അപവർത്തനം, അന്തരീക്ഷ അപവർത്തനം. നമുക്കറിയാം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുണ്ട്. വിവിധ പാളികളിലെ വായുവിന് വ്യത്യസ്ത സാന്ദ്രതയാണ്. വ്യത്യസ്ത സാന്ദ്രതയുള്ള ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനത്തിന്റെ പേരാണ് അപവർത്തനം. ഈ അപവർത്തനം കാരണമാണ് നമുക്ക് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം വിഘടനം അഥവാ ഡിസ്പെർഷൻ. ധവളപ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. നമ്മുടെ ശരീരത്തില് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുമ്പോഴാണ് ഡെങ്കിപ്പനി അപകടകരമായ ലെവലിലേക്ക് പോകുന്നത്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിന്റെ രാസനാമമാണ് എത്തനോയിക് ആസിഡ്, CH3COOH. ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഫോമിക് ആസിഡ്. അതിന്റെ രാസനാമം മെത്തനോയിക് ആസിഡ്, HCOOH. മറ്റ് പ്രധാന ആസിഡുകൾ മുന്തിരിയിലും പുളിയിലും ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ, ഓറഞ്ച്, സിട്രിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫോമിക് ആസിഡ്. പാലിലും തൈരിലും ലാക്റ്റിക് ആസിഡ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്, ആപ്പിളില് മാലിക് ആസിഡ്. പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫൈറ്റ് ആണ്. സാധാരണയായിട്ട് അലോഹങ്ങൾ വൈദ്യുതിയെ കടത്തിവിടില്ല. വൈദ്യുതിയെ കടത്തിവിടുന്ന ഒരേ ഒരു അലോഹമാണ് ഗ്രാഫൈറ്റ്. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥവും കാർബണിന്റെ രൂപാന്തരം തന്നെയാണ് ഡയമണ്ട് അഥവാ വജ്രം. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം. അതിനൊരു കാരണമുണ്ട്. കോൺവെക്സ് ദർപ്പണത്തിൽ കാണപ്പെടുന്ന ഇമേജ് അഥവാ പ്രതിബിംബം ചെറുതായിരിക്കും, നേരെയുള്ളതായിരിക്കും, നിവർന്നതായിരിക്കും. ചെറുതായതുകൊണ്ട് തന്നെ കൂടുതൽ ഏരിയ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈവറിന് വലിയൊരു പ്രദേശം കാണാൻ സാധിക്കുന്നു. ഷേവിംഗ് മിറർ, ഡെന്റിസ്റ്റിന്റെ മിറർ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇവയിലെല്ലാം കോൺകേവ് മിറർ ഉപയോഗിക്കുന്നു. പ്രവൃത്തി, ഊർജം ഇവയുടെ SI യൂണിറ്റ് ജൂൾ, ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, പവറിന്റെ യൂണിറ്റ് വാട്ട്. 1 കിലോവാട്ട് അവർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന 1 യൂണിറ്റ് വൈദ്യുതിയാണ് 1 കിലോവാട്ട് അവർ. അത് 3.6 × 10⁶ ജൂളിന് തുല്യമാണ്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 1 കിലോവാട്ട് അവർ = ഡാഷ് ജൂൾ. 3.6 × 10⁶ ജൂൾസ്. രക്തത്തിലെ കറൻസി എന്നറിയപ്പെടുന്നതും കോശങ്ങളുടെ ഊർജ സംഭരണിയുമായ തന്മാത്ര ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. നമുക്കറിയാം, ATM-ൽ നിന്നാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഊർജ കറൻസി അറിയപ്പെടുന്നത് ATP എന്നോർത്ത് വയ്ക്കുക. കോശത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോശത്തിന്റെ ഊർജ നിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് നമുക്കറിയാം ഹരിതകണത്തിന്റെ സാന്നിധ്യത്തിലാണ്. മനുഷ്യ ശരീരത്തില്
ഇരുമ്പിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം വിളർച്ച അഥവാ അനീമിയ. രക്തത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകുന്ന പിഗ്മെന്റാണ് ചുവന്ന നിറത്തിലുള്ള ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ഇരുമ്പ് അത്യാവശ്യമാണ്. വൈറ്റമിൻ സി ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്നു. അയഡിന്റെ കുറവ് മൂലം ഗോയിറ്ററും അതുപോലെ തന്നെ ഇൻസുലിന്റെ കുറവ് മൂലം പ്രമേഹവും ഉണ്ടാകുന്നു. ക്വിക്ക് ലൈം, സ്ലേക്കട്ട് ലൈം ഒരുപാട് പരീക്ഷയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ക്വിക്ക് ലൈം എന്ന് പറയുമ്പോൾ കാൽസ്യം ഓക്സൈഡ് CaO, അത് വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നതാണ് സ്ലേക്കട്ട് ലൈം. സ്ലേക്കട്ട് ലൈം CaOH twice. ചോക്ക്, മാർബിള്, മുട്ടത്തോട്, കക്ക ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് കാൽസ്യം കാർബണേറ്റ് CaCO3, കാക്കോ3. ആവർത്തന പട്ടികയിൽ ഹാലജനുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ഹാലജനുകൾ ഗ്രൂപ്പ് 17. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. 5 ഹാലജനുകളുണ്ട്. പ്രകൃതിയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരേ ഒരു അലോഹമാണ് ബ്രോമിൻ. ഗ്രൂപ്പ് 18-ലുള്ളവയെ അലസവാതകങ്ങൾ, നോബിൾ ഗ്യാസസ്, ഇനർട്ട് ഗ്യാസസ്, സീറോ ഗ്രൂപ്പ് എന്നൊക്കെ വിളിക്കും. ഹീലിയം, നിയോൺ, ആർഗോൺ, സെനോൺ, ക്രിപ്റ്റോൺ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ, dB. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഹെഡ്സ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഇതിനെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയും, കേൾക്കാൻ പറ്റുന്ന പരിധി. 20 ഹെഡ്സിൽ താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക്കും, 20,000 ഹെഡ്സിന് മുകളിലാണെങ്കിൽ അത് അൾട്രാസോണിക്കും. ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്നത് പ്രകാശത്തിന്റെ ഏത് തത്വം അടിസ്ഥാനമാക്കിയാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. മരീചിക നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. നമ്മൾ റോഡിലൂടെ പോവുകയോ നടക്കുകയോ വാഹനത്തിൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദൂരെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നും. അതൊരു തോന്നലാണ്. അതാണ് മരീചിക. മരീചിക ഉണ്ടാകാനും വജ്രത്തിന്റെ തിളക്കത്തിനും ഒക്കെ കാരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പി നമുക്കറിയാം, അകത്തേക്കൊരു ട്യൂബ് കടത്തിവിട്ടുള്ള പരിശോധന. അതിവേഗ ഇന്റർനെറ്റ് ആശയവിനിമയം, ഇതിനെല്ലാം ഒപ്റ്റിക്കൽ ഫൈബറാണ് ഉപയോഗിക്കുന്നത്. ഈ ശാസ്ത്രശാഖ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫംഗസിന്റെ പഠനം മൈക്കോളജി, പായലുകളുടെ പഠനം അല്ലെങ്കിൽ ആൽഗയുടെ പഠനം ഫൈക്കോളജി, വൃക്ഷങ്ങളുടെ പ്രായം കണക്കാക്കുന്ന ശാസ്ത്രശാഖ ഡെൻഡ്രോക്രോണോളജി, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള പഠനം ഓങ്കോളജി. മൈക്കോ, ഫൈക്കോ, ഓങ്കോ ഇതെല്ലാം ഓർത്തിരിക്കുക. രോഗപ്രതിരോധ ശേഷിയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതും ലിംഫോസൈറ്റുകൾ പാകപ്പെടാൻ സഹായിക്കുന്നതുമായ ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഇത് നമ്മുടെ നെഞ്ചെല്ലിന് തൊട്ടു പിന്നിലായി സ്ഥിതി ചെയ്യുന്നു. പ്രായമാകും തോറും ഇതിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. തൈമസ് യുവത്വ ഹോർമോണാണ് തൈമോസിൻ. മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. ഏറ്റവും വലിയ കോശം അണ്ഡം, സ്ത്രീകളിലെ അണ്ഡം അഥവാ ഓവം. ഏറ്റവും നീളം കൂടിയത് നാഡീകോശം, ഏറ്റവും വലിയ കോശം അണ്ഡകോശം, ഏറ്റവും ചെറിയ കോശം ബീജകോശം. പ്രകൃതിയിലെ ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. അത് ഒരു ഓവമാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. വായുവിലോ വെള്ളത്തിലോ വെച്ച് ഒട്ടും നാശം സംഭവിക്കാത്തതിനാൽ ഇതിനെ ഉത്കൃഷ്ട ലോഹം എന്ന് വിളിക്കുന്നു. ആഡംബര ലോഹം എന്നറിയപ്പെടുന്നതും പ്ലാറ്റിനമാണ്. പാവങ്ങളുടെ സ്വർണം, വിഡ്ഢികളുടെ സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അയൺ പൈറൈറ്റിസ്. ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ മാരക വിഷവാതകം
മിസ്. മീഥൈൽ ഐസോസൈനേറ്റ് മിസ്. യൂണിയൻ കാർബൈഡ് എന്ന കീടനാശിനി ഫാക്ടറിയിലാണ് ദുരന്തമുണ്ടായത്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് N2O. NO2 അല്ല, NO2 ആയാ മാറി, അത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം കണ്ടെത്തിയത് മൈക്കൽ ഫാരഡെ, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ജനറേറ്ററെ, ട്രാൻസ്ഫോമറെ ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവുമായിരിക്കും. കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വിറ്റാമിൻ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചതാണ് റിവിഷനില്. വിറ്റാമിൻ എ റെറ്റിനോൾ, അപര്യാപ്തതാ രോഗം, നിശാന്തത, സെറോഫ്താൽമിയ. വിറ്റാമിൻ B1 തൈമിൻ, അപര്യാപ്തതാ രോഗം, ബെറിബറി. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവി, മോണകളിൽ നിന്നൊക്കെ ചോര വരുന്നു. വൈറ്റമിൻ ഡി കാൽസിഫറോൾ, കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അഥവാ കണ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിനാണ് ഡി, സൺഷൈൻ വിറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഡോണർ അഥവാ സാർവത്രിക ദാതാവാണ് O നെഗറ്റീവ്. എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയുന്ന സാർവത്രിക സ്വീകർത്താവാണ് AB പോസിറ്റീവ്. ഞാൻ AB പോസിറ്റീവ് ആണ്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനർ. RH ഫാക്ടർ കണ്ടെത്തിയതും അദ്ദേഹമാണ്. RH ഫാക്ടറിന്റെ സാന്നിധ്യമുള്ള രക്തഗ്രൂപ്പാണ് പോസിറ്റീവ്, ഇല്ലാത്തത് നെഗറ്റീവ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ടയാലിൻ. ഇത് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ഉമിനീരിലെ ലൈസോസൈം എന്ന എൻസൈം ഭക്ഷണത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് H2SO4. വൻതോതിൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും കൊണ്ടാണ് ആസിഡുകളുടെ രാജാവ് എന്ന് വിളിക്കുന്നത്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സ്വർണം അലിയിക്കാൻ ഉപയോഗിക്കുന്ന രാജകീയ ദ്രാവകം അക്വാ റീജിയ, അത് നിർമ്മിക്കാനും ഉപയോഗിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് പഠിച്ചു, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. അത് ചേർക്കുന്ന അനുപാതവും ഒരുപക്ഷെ ചോദിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 ചേർക്കുമ്പോൾ നൈട്രിക് ആസിഡ് 1. തുരുമ്പ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് Fe2O3. 2H2 ആണ് കോമൺ, ഇവിടെ N ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇരുമ്പ് തുരുമ്പെടുക്കാൻ ഓക്സിജനും ഈർപ്പവും ഒരേ സമയം ആവശ്യമാണ്. തുരുമ്പെടുക്കുമ്പോൾ ഇരുമ്പിന്റെ ഭാരം കൂടും. തുരുമ്പെടുക്കുന്നത് തടയാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയുടെ പേരാണ് ഗാൽവനൈസേഷൻ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ. ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി ആണ്, ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ബാരോമീറ്ററിലെ റീഡിംഗ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. സാവധാനം താഴുന്നത് മഴയെയും ഉയരുന്നത് തെളിഞ്ഞ കാലാവസ്ഥയും സൂചിപ്പിക്കുന്നു. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ലെഡും ടിന്നും. ഫ്യൂസ് വയറിന്റെ ഉയർന്ന പ്രതിരോധവും കുറഞ്ഞ ദ്രവണാങ്കവും ഉണ്ടാകണം. സർക്യൂട്ടിൽ കൂടുതൽ വൈദ്യുതി കടന്നു വരുമ്പോൾ ഈ വയറ് ഉരുകിപ്പോയിട്ട് ഉപകരണങ്ങളെ സംരക്ഷിക്കണം. ഫ്യൂസ് വയർ എപ്പോഴും ലൈവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുന്നു. ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ഈർപ്പം അഥവാ ഹ്യൂമിഡിറ്റി അളക്കുന്നു. ലാക്ടോമീറ്റർ പാലിന്റെ ശുദ്ധി അളക്കുന്നു. പൈറോമീറ്റർ വളരെ ഉയർന്ന താപനില അളക്കുന്നു.
കോശത്തിന്റെ ആത്മഹത്യാസഞ്ചികൾ സൂയിസൈഡൽ ബാഗ്സ്, ലൈസോസോം. ഇവയിലെ ശക്തമായ ദഹനരസങ്ങൾ കേടുവന്ന കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുണ്ട്. അതുകൊണ്ടാണ് സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ എന്ന് വിളിക്കുന്നത്. കോശത്തിനുള്ളിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. ഇത് ആദ്യം പറഞ്ഞത് ലൈസോസോം. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ആകൃതി നൽകുന്നതുമായ ഭാഗമാണ് കോശഭിത്തി അഥവാ സെൽവാൾ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ല്. ഏറ്റവും ചെറിയ അസ്ഥി മധ്യകർണത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേപ്പിസ്. മനുഷ്യന്റെ മുഖത്തുള്ള ആകെ അസ്ഥികൾ 14. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. കുട്ടികളിൽ ഇത് കൂടുതലായിരിക്കും. ദ്രാവക സ്വർണം, ലിക്വിഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ഇന്ധനം പെട്രോളിയം. ഉയർന്ന സാമ്പത്തിക മൂല്യവും പ്രാധാന്യവും കണക്കിലെടുത്താണ് പേര് നൽകിയിരിക്കുന്നത്. കറുത്ത സ്വർണം, കൽക്കരി. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ചിരിപ്പിക്കുന്ന വാതകം നമ്മൾ പറഞ്ഞു നൈട്രസ് ഓക്സൈഡ്. ഇത് ചെറിയ അളവിൽ ശ്വസിക്കുന്നത് താൽക്കാലികമായി സന്തോഷവും ചിരിയും ഉണ്ടാക്കും. സർജറിയിലും ദന്തചികിത്സയിലുമൊക്കെ അനസ്തെറ്റിക് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മുട്ട ചീഞ്ഞ മണമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്, H2S. സൂര്യനിൽ ഊർജ ഉൽപാദനത്തിന് കാരണമായ പ്രതിഭാസം ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. സൂര്യനില് കൂടുതൽ ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ട്. അതിൽ 2 ഹൈഡ്രജൻ ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതാണ് അവിടെ നടക്കുന്ന അണുസംയോജനം. അണുബോംബിലും ന്യൂക്ലിയർ റിയാക്ടറിലും ഊർജമുണ്ടാകുന്നത് ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ്, അണുവിഘടനം. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിൽ എത്തുമ്പോൾ വസ്തുവിന്റെ ഭാരം 0 കാരണം അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ത്വരണം 0. ഭൂമധ്യരേഖയില് ഏറ്റവും കുറവായിരിക്കും. വസ്തുവിന്റെ പിണ്ഡം ഒരിക്കലും മാറില്ല, ഭാരം മാത്രമാണ് മാറുന്നത്. അത് നമ്മൾ റിവിഷനിൽ പഠിച്ചതാണ്. W=mg. ഇതിലെ m ആണ് പിണ്ഡം, അതൊരിക്കലും മാറില്ല. W ആണ് ഭാരം, അത് Gയെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ മൂലകം. ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, രണ്ടാമതുള്ളത് കാർബൺ. ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരൾ. ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറൽ രോഗമാണ്, അത് കരളിനെ ബാധിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ സ്വയം പുനരുജ്ജീവന ശേഷിയുള്ള അവയവമാണ് കരൾ. മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ നശിക്കുന്നതാണ് സിറോസിസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുകയാണ് ഇൻസുലിന്റെ ധർമ്മം. ഇൻസുലിൻ കുറയുമ്പോഴാണ് ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം ഉണ്ടാകുന്നത്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി. മെർക്കുറിയുടെ പ്രധാനപ്പെട്ട അയിര് സിനവാർ. താപനില അളക്കുന്ന തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നത് ഉയർന്ന താപവികാസ ശേഷിയുള്ളത് കൊണ്ടാണ്. മെർക്കുറി മൂലം അല്ലെങ്കിൽ അതടങ്ങിയ വെള്ളത്തിൽ വഴിയുണ്ടാകുന്ന രോഗമാണ് മീനാമാത. പ്രകൃതിവാതകം CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇവയിലേക്ക് പ്രധാന ഘടകം മീഥേനാണ്. ചതുപ്പ് നിലങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതുകൊണ്ട് മീഥേനെ മാർഷ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നു.
ബയോഗ്യാസിലെ പ്രധാന ഘടകവും മീഥേൻ തന്നെയാണ്. കൽക്കരി ഖനികളിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ കാരണവും മീഥേനാണ്. ഡയനാമോ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം. സാധാരണ സൈക്കിൾ ഡൈനാമോ ഓർക്കുക, നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോഴാണ് ഡൈനാമോ കത്തുന്നത്. യാന്ത്രികോർജം കൊടുക്കുമ്പോൾ വൈദ്യുതോർജം ലഭിക്കുന്നു. ഇലക്ട്രിക് മോട്ടോറിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ മോട്ടോർ കറങ്ങുന്നു, അപ്പോൾ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറും. ഉച്ചഭാഷിണിയിൽ വൈദ്യുതോർജം ശബ്ദോർജമാകും. മൈക്രോഫോണിൽ തിരിച്ച് ശബ്ദോർജം വൈദ്യുതോർജമായി മാറും. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ ഈ പ്രത്യേകതയെ അനോമലസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ അസാധാരണ വികാസം എന്നറിയപ്പെടും. കഠിനമായ തണുപ്പുള്ളപ്പോൾ ജലാശയത്തിന്റെ ഉപരിതലം മഞ്ഞുകട്ടിയായാലും അടിത്തട്ടിൽ 4 ഡിഗ്രിയിൽ തന്നെ തുടരും. അതുകൊണ്ടാണ് ജലജീവികൾക്ക് ജീവനോടെ ഇരിക്കാൻ സാധിക്കുന്നത്. അപര്യാപ്തത രോഗങ്ങൾ: വൈറ്റമിൻ B3 പെലഗ്ര, വൈറ്റമിൻ B12 പർണീഷ്യസ് അനീമിയ, വൈറ്റമിൻ ഇ അപര്യാപ്തത വന്ധ്യത, വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കുക അഥവാ ഹെമറേജ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ്. പഴയതും കേടുവന്നതുമായ ചുവന്ന രക്താണുക്കളെ നശിപ്പിച്ചു കളയുന്നത് പ്ലീഹയിലാണ്. ഈ ചുവന്ന രക്താണുക്കളെ ഉണ്ടാക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. ചുവന്ന രക്താണുക്കളെ നശിപ്പിച്ചു കളയുന്നത് കൊണ്ട് ചുവന്ന രക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നതും പ്ലീഹയാണ്. ചുവന്ന രക്താണുക്കൾക്ക് 120 ദിവസമാണ് ആയുസ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം മുള. മുള ഒരു വൃക്ഷമല്ല, പക്ഷേ സസ്യമാണ്, പുൽവർഗത്തിൽപ്പെട്ട സസ്യം. ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ, ഏറ്റവും ചെറിയ പുഷ്പം വുൾഫിയ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അസറ്റിലിൻ അഥവാ എത്തിലിൻ. സസ്യങ്ങളിൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഹോർമോണാണ് എത്തിലിൻ. കൃത്രിമമായി പഴുപ്പിക്കാൻ കാൽസ്യം കാർബൈഡ് കല്ലുകൾ ഉപയോഗിക്കും. ഇത് ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ എത്തിലിൻ അഥവാ അസറ്റിലിൻ ഉണ്ടാകും. കണ്ണീർവാതകം, ടിയർ ഗ്യാസ്, ക്ലോറോപിക്രിൻ. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിക്കുമ്പോൾ ക്ലോറിൻ സംയുക്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഫിലിം ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഹൈപ്പോ, സോഡിയം തയോസൾഫേറ്റ് അഥവാ ഹൈപ്പോയാണ്. ഒരു വസ്തുവിന്റെ ഭൂമിയിലുള്ള ഭാരത്തിന്റെ എത്ര ഭാഗമായിരിക്കും ചന്ദ്രനിൽ? 1/6. കാരണം ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിന്റെ 1/6 മാത്രമേ ചന്ദ്രനിലുള്ളൂ. അതുകൊണ്ടാണ് ഭാരത്തിൽ ഈ വ്യത്യാസം വരുന്നത്. ഭൂമിയിൽ 60 കിലോ ഭാരം ഉണ്ടെങ്കിൽ ചന്ദ്രനിൽ ചെല്ലുമ്പോൾ 10 കിലോയേ ഉള്ളൂ. പക്ഷേ നേരത്തെയും പറഞ്ഞു, പിണ്ഡത്തിന് മാറ്റം സംഭവിക്കില്ല. മിന്നൽ രക്ഷാ കവചം അഥവാ ലൈറ്റനിങ് കണ്ടക്ടർ കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഉപയോഗിക്കുന്നത് ചെമ്പാണ്. ഉയർന്ന കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ദ്രാവകങ്ങളുടെ pH പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രക്തത്തിന്റെ 7.4, ഉമിനീരിന്റെ 6.4 മുതൽ 6.8 വരെ, ശുദ്ധജലത്തിൻ്റെത് 7, ആമാശയരസം അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അതുകൊണ്ട് 1.5 മുതൽ 3.5 വരെ. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ? കണ്ണിനെ. കണ്ണിലെ ദ്രാവകമർദ്ദം വർദ്ധിക്കുന്നത് വഴി ഒപ്റ്റിക് നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന രോഗമാണ്. സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അന്ധതയ്ക്ക് കാരണമാകും. കണ്ണിലെ ലെൻസ് സുതാര്യമല്ലാതെയാകുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കെറ്ററാക്ട്, ഒരു പാട പോലെ വരിക. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം A.
ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ പറഞ്ഞു. പിനിയൽ ഗ്രന്ഥി ഏറ്റവും ചെറിയ ഗ്രന്ഥി. മനുഷ്യന്റെ ഉറക്കം, ഉണരൽ തുടങ്ങി ദൈനംദിന താളക്രമം, സർക്കാഡിയൻ റതം നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. അത് ഉൽപ്പാദിപ്പിക്കുന്നത് പിനിയൽ ഗ്രന്ഥിയാണ്. തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥിയാണ്. ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ്, സോളിഡ് കാർബൺ ഡയോക്സൈഡിന്റെ മറ്റൊരു പേരാണ് ഡ്രൈ ഐസ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഇത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകും. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഉൽപ്പതനം. കർപ്പൂരം കത്തിക്കുന്നത് ഉൽപ്പതനം. ഐസ്ക്രീമുകളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കാനും കൃത്രിമമായി പുകയോ മഞ്ഞോ ഉണ്ടാക്കാനും ഒക്കെ ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നു സോളിഡ് കാർബൺ ഡയോക്സൈഡ്. വായുവിൽ തുറന്നു വിൽക്കുമ്പോൾ പച്ച നിറമായി മാറുന്ന ലോഹം ചെമ്പ്, ക്ലാവ് പിടിക്കുക എന്ന് നമ്മൾ പറയും. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, ഈർപ്പം ഇവയുമായി ചേർന്ന് ചെമ്പിൽ ബേസിക് കോപ്പർ കാർബണേറ്റ്. പച്ചക്ലാവ് കെമിക്കൽ നെയിം ബേസിക് കോപ്പർ കാർബണേറ്റ്. ഇത് രൂപപ്പെടുന്നതുകൊണ്ടാണ് പച്ച നിറമാകുന്നത്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ്. ചെമ്പും ടിന്നും ചേർന്നാൽ വെങ്കലം, ചെമ്പും സിങ്കും ചേർന്നാൽ പിത്തള. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചെമ്പും ടിന്നും ആണെങ്കിൽ അത് വെങ്കലം, ചെമ്പും സിങ്കുമാണെങ്കിൽ അത് പിത്തള. കടൽ വെള്ളത്തിന് നീല നിറം അല്ലെങ്കിൽ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം പ്രകാശത്തിന്റെ വിസരണം. തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നീല നിറം ജലതന്മാത്രയെ തട്ടി കൂടുതൽ വിസരണം ഉണ്ടാകുന്നതുകൊണ്ടാണ് കടലിന് നീല നിറം. ഇത് തന്നെയാണ് ആകാശത്തിന്റെ നീല നിറത്തിനും കാരണം. ഈ പ്രകാശ വിസരണവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത്. 1930 ഇതിനെ രാമൻ എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നു. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ അളക്കുന്നത് തൽക്ഷണ പ്രവേഗം, അന്നേരമുള്ള ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന കൃത്യം ആ നിമിഷത്തിലെ വേഗത, അതാണ് സ്പീഡോമീറ്ററിൽ കാണുക. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നത് ഓഡോമീറ്റർ, വേഗത സ്പീഡോമീറ്റർ. സസ്യ ഹോർമോണുകൾ. ഓക്സിൻ കോശവളർച്ചയ്ക്കും സസ്യങ്ങളുടെ അഗ്രവളർച്ചയ്ക്കും സഹായിക്കുന്നു. ഗിബ്രലിൻ സസ്യങ്ങളുടെ തണ്ടിന്റെ നീളം വർദ്ധിക്കാനും വിത്ത് മുളയ്ക്കാനും സഹായിക്കുന്നു. അബ്സസിക് ആസിഡ് സസ്യങ്ങളുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു, ഇല കൊഴിച്ചിലിന് കാരണമാകുന്നു. എത്തിലിൻ നേരത്തെ നമ്മൾ പറഞ്ഞു, പഴങ്ങൾ പഴക്കാൻ സഹായിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ. അമിനോ ആസിഡുകൾ വിഘടിച്ചുണ്ടാകുന്ന മാരക വിഷമുള്ള അമോണിയയെയാണ് കരൾ യൂറിയയാക്കി മാറ്റുന്നത്. അതിന്റെ പ്രോസസ്സിന്റെ പേരാണ് ഓർണിത്തൈൻ സൈക്കിൾ. ഈ യൂറിയയെ രക്തത്തിൽ നിന്ന് അരിച്ചെടുത്ത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന അവയവമാണ് വൃക്കകൾ. വൃക്കകളുടെ അടിസ്ഥാന ഘടന നെഫ്രോൺ എന്ന് അറിയപ്പെടും. ന്യൂറോണും നെഫ്രോണും തമ്മിൽ തെറ്റരുത്. പെൻസിലിൻ എന്ന ജീവകം വേർതിരിച്ചെടുക്കുന്നത് ഫംഗസിൽ നിന്നാണ്. ആ ഫംഗസിന്റെ പേരാണ് പെനിസിലിയം നൊട്ടേറ്റം. ലോകത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ. മരുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1929. ശുദ്ധമായ സ്വർണത്തിന്റെ ക്യാരറ്റ് 24 ക്യാരറ്റ്. അത് തികച്ചും മൃദുവായതുകൊണ്ട് അതുപയോഗിച്ച് ആഭരണം നിർമ്മിക്കാൻ പറ്റില്ല. സാധാരണ 22 ക്യാരറ്റ് സ്വർണം ഉപയോഗിക്കും. അതായത് 22 ഭാഗം സ്വർണം, 2 ഭാഗം ചെമ്പ് അല്ലെങ്കിൽ വെള്ളി. സ്വർണത്തിന്റെ മാറ്റ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്യാരറ്റോമീറ്റർ. കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഹാലജൻ വാതകം ക്ലോറിൻ. ക്ലോറിനേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ജലത്തിലെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ ക്ലോറിൻ ചേർക്കുന്ന പ്രക്രിയയാണ് ക്ലോറിനേഷൻ.
ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാനും ക്ലോറിൻ ഉപയോഗിക്കുന്നു. വായുവിനേക്കാൾ കനമുള്ളതും പച്ച കലർന്ന മഞ്ഞ നിറമുള്ളതുമാണ് ക്ലോറിൻ വാതകം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഏറ്റവും കൂടുതൽ വേഗതയുള്ള മാധ്യമം ശൂന്യത. ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, 3 ലക്ഷം കിലോമീറ്റർ. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം നിർബന്ധമാണ്. ശബ്ദത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരപദാർത്ഥങ്ങളിലാണ്. വീടുകളിലെ വൈദ്യുത കണക്ഷൻ നൽകുന്ന രീതി സമാന്തര രീതി. സമാന്തര രീതിയിലാണെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭ്യമാകും. മാത്രവുമല്ല, ഒരു ഉപകരണം കേടായാൽ അടുത്തത് പ്രവർത്തിക്കും. പക്ഷെ സീരീസിൽ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താൽ ഒരു ഉപകരണം നശിച്ചു പോയാൽ ബാക്കി പിന്നെ കത്തില്ല. ക്രിസ്മസ് ബൾബുകൾ സാധാരണ ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കാറുള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരെണ്ണം കത്താതെയായാൽ മുഴുവനും കത്താതെയാവും. പ്രകൃതിയിൽ കാണപ്പെടുന്ന ആസിഡുകൾ മാലിക് ആസിഡ് ആപ്പിൾ, ഓക്സാലിക് ആസിഡ് തക്കാളി ചീര, ടാനിക് ആസിഡ് ചായ, അമിനോ ആസിഡ് പ്രോട്ടീൻ. അങ്ങനെ സയൻസ് അങ്ങോളം ഇങ്ങോളമുള്ള സിലബസിന്റെ ഓരോ പോർഷനും ടച്ച് ചെയ്ത് ഏകദേശം ഫൈനൽ പോർഷനിലേക്ക് അടുക്കുകയാണ്. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന പാരമ്പര്യ രോഗം ഹിമോഫീലിയ. ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ഈ രോഗം പരമ്പരാഗതമായി കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇതിനെ രാജകീയ രോഗം അഥവാ റോയൽ ഡിസീസ് എന്ന് അറിയപ്പെടുന്നു. ഈ രോഗം ബാധിച്ചവർക്ക് ചെറിയൊരു മുറിവുണ്ടായാൽ പോലും രക്തം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും, രക്തം കട്ട പിടിക്കില്ല. ലോക ഹിമോഫീലിയ ദിനം ഏപ്രിൽ 17. മനുഷ്യ ശരീരത്തിൽ വായുസഞ്ചാരവും രക്തചംക്രമണവും വഴി വാതക കൈമാറ്റം നടക്കുന്നത് ശ്വാസകോശത്തിലെ ഏത് ഭാഗത്ത് വെച്ചാണ്? അതിന്റെ പേരാണ് വായു അറകൾ അഥവാ ആൽവിയോളെ. ഇവ മുന്തിരിക്കുലകൾ പോലെ കാണപ്പെടുന്ന ചെറിയ അറകളാണ്. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടനാപരമായ യൂണിറ്റും ആൽവിയോളയാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം അറിയപ്പെടുന്ന പേരാണ് പ്ലൂറ. അഗ്നിശമന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. വായുവിനേക്കാൾ കനമുള്ളതിനാൽ ഇത് തീയെ മുഴുവൻ മൂടുകയും ഓക്സിജന്റെ സാന്നിധ്യം തടയുകയും അങ്ങനെ തീ കെടുത്തുകയും ചെയ്യും. അന്തരീക്ഷ താപനില വർദ്ധിക്കാൻ കാരണമാകുന്ന പ്രധാന ഹരിതഗ്രഹവാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. സോഡ വാട്ടറിലും ശീതളപാനീയങ്ങളിലും ഉയർന്ന മർദ്ദത്തിൽ ലയിപ്പിച്ചു ചേർത്തിരിക്കുന്ന വാതകവും ഇതാണ്. സിമന്റിന്റെ കട്ടപിടിക്കൽ പ്രക്രിയ സാവധാനത്തിലാക്കാൻ ചേർക്കുന്ന പദാർത്ഥം ജിപ്സം. ജിപ്സത്തിന്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് CaSO4 ജിപ്സം 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 ഇത് നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. നമ്മുടെ കൈക്ക് കാലിനൊക്കെ ഒടിവ് വന്നാൽ പ്ലാസ്റ്റർ ഇടാനും ഉപയോഗിക്കും. ജലപ്പരപ്പിൽ എണ്ണമയമുള്ളപ്പോൾ പല നിറങ്ങൾ കാണാൻ കാരണമായ പ്രതിഭാസം പ്രകാശത്തിന്റെ വ്യതികരണം അഥവാ ഇന്റർഫെറൻസ്. സോപ്പ് കുമിളകളില് നിറങ്ങൾ കാണപ്പെടുന്നതും ഇന്റർഫെറൻസ് കാരണമാണ്. പ്രകാശത്തിന് തരംഗ സ്വഭാവമുണ്ടെന്ന് തെളിയിച്ച പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് തോമസ് യങ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു. സാർവത്രിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന്റെ മൂല്യം
കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ ജി അഥവാ ഗുരുത്വാകർഷണ ത്വരണം 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്ക്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. മാർച്ച് 22 ലോക ജലദിനം. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മയോപിയ ബാധിക്കുന്നത്? മയോപിയ ബാധിക്കുന്നത് കണ്ണിനെ. മയോപിയയുടെ പേരാണ് ഹ്രസ്വദൃഷ്ടി. സമീപത്തുള്ള വസ്തുക്കൾ കാണാം, പക്ഷെ അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയില്ല. പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ദീർഘദൃഷ്ടി. ദൂരെയുള്ളവയെ വ്യക്തമായി കാണാം, സമീപത്തുള്ളവയെ കാണാൻ സാധിക്കാതെ വരുന്നു. പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ കോശങ്ങൾ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുകയാണ് ഇൻസുലിന്റെ ധർമ്മം. ഇൻസുലിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരേയൊരു അലോഹമാണ് ബ്രോമിൻ. ലിക്വിഡ് നോൺ മെറ്റൽ. ലിക്വിഡ് മെറ്റൽ ആണ് മെർക്കുറി. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഒരേയൊരു ലോഹം മെർക്കുറി. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹം ഹൈഡ്രജൻ. കറിയുപ്പ് രാസപരമായി അറിയപ്പെടുന്നത് സോഡിയം ക്ലോറൈഡ് അഥവാ NaCl. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയിൽ ഒരു ബി ഉണ്ട്, അതാണ് ബൈ ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. ബൈ വരുമ്പോൾ ഒരു ഹൈഡ്രജൻ അതിൽ കയറും, NaHCO3 ആവും. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമമായിരിക്കും പവർ. കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ നെഗറ്റീവുമായിരിക്കും. ഭൂമിയിൽ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ധ്രുവങ്ങളിലാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഭൂമധ്യ കേന്ദ്രത്തിൽ എത്തുമ്പോഴേക്കും വസ്തുവിന്റെ ഭാരം 0 കാരണം അവിടെ G 0. പക്ഷെ ഒരിക്കലും പിണ്ഡത്തിന് വ്യത്യാസം വരില്ല. ഭൂമധ്യരേഖയിൽ ഭാരം കുറവായിരിക്കും, ധ്രുവപ്രദേശങ്ങളിൽ കൂടുതലായിരിക്കും, ഭൂകേന്ദ്രത്തിൽ 0 പക്ഷെ പിണ്ഡം എവിടെ പോയാലും മാറ്റമില്ലാതെ തന്നെ തുടരും. പേവിഷബാധയ്ക്കെതിരെ റാബീസ് വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലൂയി പാസ്ചർ. പേവിഷബാധ വൈറസ് രോഗമാണ്. ഇത് ബാധിച്ചവർക്ക് വെള്ളത്തോട് ഭയമുണ്ടാകുന്നത് കൊണ്ട് ഇതിനെ ഹൈഡ്രോഫോബിയ എന്നും അറിയപ്പെടുന്നു. പാലിലെ രക്താണുക്കളെ നശിപ്പിക്കുന്ന പാസ്ചറൈസേഷൻ കണ്ടെത്തിയതും ലൂയി പാസ്ചറാണ്. ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ, വസൂരിക്കെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. ആദ്യ ആന്റിബയോട്ടിക് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. എല്ലാം ചോദിക്കാം. പേപ്പർ ഡിവിഷൻ, ആദ്യ ആന്റിബയോട്ടിക്, ആദ്യത്തെ വാക്സിൻ, ഇങ്ങനെയെല്ലാം ചോദിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തിലാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നത്? വൃക്ക. വൃക്കകളുടെ അടിസ്ഥാന ഘടനയായ നെഫ്രോണിന്റെ ഒരു ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. രക്തം അരിച്ചെടുക്കുന്ന പ്രക്രിയ ഇവിടെയാണ് നടക്കുന്നത്. വൃക്കകളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന പിഗ്മെന്റ് അല്ലെങ്കിൽ പദാർത്ഥമാണ് യൂറോക്രോം. പ്രകൃതിയിൽ ഏറ്റവും കഠിനമായ പദാർത്ഥം ഡയമണ്ട്. വജ്രം എന്നത് കാർബണിന്റെ രൂപാന്തരമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പ്രകാശത്തിന്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. വജ്രത്തിനെ മാറ്ററിയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ക്യാരറ്റ് ആണ്. 1 ക്യാരറ്റ് 200 mg. ബ്ലീച്ചിങ് പൗഡർ രാസപരമായിട്ട് CaOCl ട്വൈസ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. കിണറിലും കുടിവെള്ളത്തിലും ഒക്കെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. വായുവിൽ തുറന്നു വെച്ചാൽ ഇതിൽ നിന്ന് ക്ലോറിൻ ഗ്യാസ് പുറത്തു പോകും.
ഫിലമെന്റ് ബൾബുകളിൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഭാഗമായ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ. ടങ്സ്റ്റണിനെ ഫിലമെന്റ് ആക്കാൻ കാരണം ഉയർന്ന ദ്രവണാങ്കം, അതായത് അങ്ങനെ സാധാ ടെമ്പറേച്ചറിലൊന്നും ഇത് ഉരുകിപ്പോത്തില്ല, അതുപോലെ ഉയർന്ന പ്രതിരോധവുമുണ്ട്. ദ്രവണാങ്കം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 34-22 ഡിഗ്രി സെൽഷ്യസ്. ബൾബുകളിലെ ഫിലമെന്റ് ഓക്സീകരിക്കപ്പെട്ടു പോകാതിരിക്കാൻ അതിൽ നൈട്രജൻ അല്ലെങ്കിൽ ആർഗോൺ തുടങ്ങിയ അലസവാതകങ്ങൾ നിറയ്ക്കാറുണ്ട്. കൂടുതലും ആർഗൺ ആണ്. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് ഫാത്തോമീറ്റർ. സമുദ്രത്തിന്റെ ആഴത്തിന്റെ യൂണിറ്റും ഫാത്തമാണ്. ഒരു ഫാത്തം എന്ന് പറയുമ്പോൾ 6 അടിക്ക് തുല്യമാണ്. കടലിനടിയിലുള്ള വസ്തുക്കളുടെയും അന്തർവാഹിനികളെയും ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുന്ന ടെക്നിക് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. പ്രകൃതിദത്തമായ സൂചകങ്ങളാണ് ഇൻഡിക്കേറ്റേഴ്സ്. ലിറ്റ്മസ് പേപ്പർ, ആസിഡിൽ ABR നോക്കുക, ആസിഡിൽ ബ്ലൂ ടു റെഡ്, അപ്പൊ ബേസിൽ തിരിച്ച് റെഡ് ടു ബ്ലൂ. മഞ്ഞള് ആസിഡിൽ നിറം മാറില്ല, പക്ഷെ ബേസിൽ സോപ്പ് പുരട്ടുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചുവന്ന നിറമായി മാറും. ചെമ്പരത്തി പൂവിന്റെ ചാറ് ആസിഡിൽ കടും ചുവപ്പും ബേസില് പച്ചയും. മനുഷ്യ ശരീരത്തിൽ വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നത് സ്കർവി. വിറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. പല്ലിന്റെ വരികളിൽ നിന്നും മോണയിൽ നിന്നും ചോര വരിക, മുറിവുകൾ ഉണങ്ങാൻ താമസം നേരിടുക, ഇതാണ് സ്കർവി. ചൂടാക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ നശിച്ചു പോകുന്ന വൈറ്റമിൻ സി ആണ്. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അസ്കോർബിക് ആസിഡ് നമ്മൾ പറഞ്ഞു. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ. ആരോഗ്യവാനായ മനുഷ്യന്റെ രക്തസമ്മർദ്ദം 120/80 mmHg. HG എന്ന് പറഞ്ഞാൽ മർക്കുറിയാണ്, ഹൈഡ്രോഗാറം. ഇതില് 120 സിസ്റ്റോളിക് മർദ്ദത്തെയും 80 ഡയസ്റ്റോളിക് മർദ്ദത്തെയും സൂചിപ്പിക്കുന്നു. വെടിമരുന്ന്, ഗൺ പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ്. സാധാരണയായിട്ട് വെടിയുപ്പ് എന്നാണ് പൊട്ടാസ്യം നൈട്രേറ്റിനെ അറിയപ്പെടുന്നത്, സാൾട്ട് പീറ്റർ. വെടിമരുന്നിന്റെ മറ്റു പ്രധാന ഘടകങ്ങളാണ് സൾഫറും കരിയും. ഗന്ധകം സൾഫർ. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന സോഡ ആസിഡ്, ആ അഗ്നിശമനത്തിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ ഉപകരണങ്ങളിൽ സൾഫ്യൂരിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റും തമ്മിൽ പ്രവർത്തിപ്പിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കും. അങ്ങനെയാണ് തീ കെടുത്തുന്നത്. പ്രകാശവർഷം എന്നത് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് വിളിക്കുന്നത്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ പ്രകാശവർഷമാണ്, കിലോമീറ്റർ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് പാർസക്. ഒരു പാർസക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷങ്ങൾക്ക് തുല്യമാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പം അഥവാ ആർദ്രത അളക്കുന്നത് ഹൈഗ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ഹൈഡ്രോമീറ്റർ. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുതിയാക്കുന്നത് മൈക്രോഫോൺ. തിരിച്ച് വൈദ്യുത തരംഗങ്ങളെ ശബ്ദമാക്കുന്നത് ലൗഡ് സ്പീക്കർ. പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ. ഐസോപ്രീൻ എന്ന് പറയുന്ന മോണോമർ ചേർന്നിട്ടാണ് റബ്ബർ ഉണ്ടാകുന്നത്. സസ്യകോശങ്ങളിലെ സെല്ലുലോസ് പ്രകൃതിയിലെ ഏറ്റവും സമൃദ്ധമായ ഓർഗാനിക് പോളിമറാണ്. മനുഷ്യന്റെ മുടിയിലും നഖത്തിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പോളിമറാണ് കെരാറ്റിൻ. മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെ തിമിരം ബാധിക്കുന്നു? കണ്ണിന്റെ ലെൻസ്. കണ്ണിന്റെ ലെൻസ് പ്രായമാകുന്നതിനനുസരിച്ചോ മറ്റു കാരണങ്ങളാലോ സുതാര്യമല്ലാതാകുന്ന അവസ്ഥ, മൂടിയ അവസ്ഥ, ശസ്ത്രക്രിയയിലൂടെ പുതിയ കൃത്രിമ ലെൻസ് വെച്ച് പരിഹരിക്കാൻ സാധിക്കും. ഒരു പാട മൂടിയ പോലെ ഇരിക്കും. വൈറ്റമിൻ എയുടെ കുറവ് മൂലം കണ്ണ് വരണ്ടു പോകുന്ന അവസ്ഥ സെറോഫ്താൽമിയ. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ധർമ്മം ഓക്സിജൻ വഹിക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന ഇരുമ്പ് സംയുക്തമാണ് ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന്
ഓക്സി ഹീമോഗ്ലോബിനായി മാറും. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് N2O. ചെറിയ അളവിൽ ശ്വസിച്ചാൽ ചിരി നൽകും. ദന്തചികിത്സയിലും മറ്റും അനസ്തെറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന നൈട്രജൻ സംയുക്തം നൈട്രജൻ ഡയോക്സൈഡ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, N2Oയും NO2യും. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അസറ്റിലിൻ അഥവാ എഥിലിൻ. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഓപ്റ്റിക്കൽ ഫൈബർ പ്രവർത്തിക്കുന്നത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇത് തന്നെയാണ് മരീചികയുടെ കാരണം. എൻഡോസ്കോപ്പി പോലുള്ള പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ. സമുദ്രത്തിന്റെ ആഴം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തെയാണ് അൽഷിമേഴ്സ് ബാധിക്കുന്നത്? മസ്തിഷ്കം. ഓർമ്മശക്തിയെയും ചിന്താശക്തിയെയും ക്രമേണ നശിപ്പിക്കുന്ന ഒരു നാഡീവ്യവസ്ഥാ രോഗം. തലച്ചോറിലെ അസറ്റൈൽ കൊളൈൻ എന്ന ന്യൂട്രോ ട്രാൻസ്മിറ്ററിന്റെ കുറവാണ് ഈ രോഗത്തിന് കാരണം. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നിവയാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. രക്തത്തിലെ പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ജലം. പ്ലാസ്മയുടെ 90% ജലമാണ്. രക്തത്തിന്റെ ആകെ അളവിലെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ. ആൽബുമിൻ രക്തസമ്മർദ്ദം നിലനിർത്തുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെ നിർവീര്യമാക്കാൻ മണ്ണിൽ ചേർക്കുന്ന പദാർത്ഥം കുമ്മായം. മണ്ണിലെ ആസിഡിറ്റി കുറയ്ക്കാനാണ് കുമ്മായം ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ ക്ഷാരഗുണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ജിപ്സം അല്ലെങ്കിൽ സൾഫർ. അസിഡിറ്റി കുറയ്ക്കാൻ കുമ്മായം. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്ക അഥവാ മണൽ. സാധാരണ ഗ്ലാസ് അഥവാ സോഡ ഗ്ലാസ് നിർമ്മിക്കാൻ സിലിക്ക, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ് എന്നിവ ഉപയോഗിക്കുന്നു. ലബോറട്ടറി ഉപകരണങ്ങൾക്ക് കഠിന ഗ്ലാസ്, ഹാർഡ് ഗ്ലാസിന് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നു. വായുവിൽ നിന്നും പ്രകാശം ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഫ്രീക്വൻസിക്ക് അഥവാ ആവർത്തിക്കാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രവേഗത്തിനും തരംഗദൈർഘ്യത്തിനും മാറ്റം സംഭവിക്കും. പക്ഷെ ആവർത്തി സ്ഥിരമായി തുടരും. മാറ്റം സംഭവിക്കാത്തത് ആവർത്തിക്കാണ്. പ്രകാശരശ്മികൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദിശാവ്യത്യാസത്തിന്റെ പേര് അപവർത്തനം. വജ്രത്തിന്റെ അസാധാരണമായ തിളക്കം പൂർണ്ണ ആന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ ക്രിട്ടിക്കൽ കോൺ വളരെ കുറവാണ്, 24.4. അത് ജലത്തിന്റെ 42 ആണ്. അപ്പോൾ 24.4 ആയതുകൊണ്ട് തന്നെ പ്രവേശിക്കുന്ന പ്രകാശം ഒരുപാട് തവണ അതിനകത്ത് തന്നെ പ്രതിഫലനത്തിന് വിധേയമാകും. ഓസോൺ O3 അതില് 3 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതൊരു ട്രയാറ്റമിക് മോളിക്യൂളാണ്. ഫോസ്ഫറസ് P4 4 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു, പോളി ആറ്റമിക്. സൾഫർ S8 അതില് 8 സൾഫർ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയേക്കാൾ കുറയുമ്പോൾ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കോൺ. പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളാണ് നമ്മുടെ ഇൻസുലിൻ പോലെ തന്നെ ഗ്ലൂക്കോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അങ്ങനെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഇൻസുലിൻ. ഇത് നിർമ്മിക്കുന്നത് ബീറ്റ കോശങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ ഭാഗം പല്ലിന്റെ ഇനാമൽ. പല്ലിന്റെ മുകൾ ഭാഗത്ത് വെളുത്ത സംരക്ഷണ പാളിയാണ് ഇനാമൽ. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓഡെന്റോളജി, ഡെന്റോളജി അല്ല, ഓഡെന്റോളജി. വായുവിൽ തനിയെ കത്തുന്നത് കൊണ്ട് വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന അലോഹം വൈറ്റ് ഫോസ്ഫറസ്. വായുവിലും ജലത്തിലും കത്തിക്കുന്നത് കൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് സോഡിയം പൊട്ടാസ്യം.
വൈറ്റ് ഫോസ്ഫറസിന്റെ ജ്വലന താപം വളരെ കുറവായതുകൊണ്ട് വെറുതെ വായുവിൽ സമ്പർക്കം വരുമ്പോൾ തീപിടിക്കും. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉരസാൻ ഉപയോഗിക്കുന്നത് റെഡ് ഫോസ്ഫറസ് ആണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് പറഞ്ഞു സോഡിയം, പൊട്ടാസ്യം. മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ അവയുടെ തിളനിലയുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന രീതിയുടെ പേരാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. ഉദാഹരണത്തിന് പെട്രോളിയം ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് അംശിക സ്വേദനം. അവിടെ തിളനിലയിൽ വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ് അംശിക സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കാനും സ്വേദനം ഉപയോഗിക്കാം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലും വാതക തന്മാത്രകളിലും തട്ടി പ്രകാശം ചിതറിപ്പോകുന്നത് സ്കാറ്ററിംഗ്, വിസരണം. ആകാശത്തിന്റെ നീലനിറം, കടലിന്റെ നീലനിറം, സൂര്യാസ്തമയത്തിലെയും സൂര്യോദയത്തിലെയും ചുവപ്പ് നിറം, ഇതെല്ലാം വിസരണമാണ് കാരണം. തരംഗ ദൈർഘ്യം കുറഞ്ഞവ വയലറ്റ്, ബ്ലൂ, ഇൻഡിഗോ തുടങ്ങിയവ കൂടുതൽ വിസരണം നടത്തുന്നു. കടും ചുവപ്പ്, മഞ്ഞ തുടങ്ങിയവ കുറച്ച് വിസരണം നടത്തുന്നു. അതുകൊണ്ടാണ് അപകട സൂചനയുള്ള സിഗ്നലുകളിൽ ചുവപ്പ് ഉപയോഗിക്കുന്നത്. അതങ്ങനെ ചിതറിപ്പോത്തില്ല. ഒരു ഫ്യൂസ് വയർ സർക്യൂട്ടിൽ എപ്പോഴും ഏത് രീതിയിൽ ഘടിപ്പിക്കണം? ശ്രേണി രീതിയിൽ. AC ലൈനിലെ ലൈവ് വയറിലാണ് ഈ ഫ്യൂസ് വയർ കണക്ട് ചെയ്യേണ്ടത്. ഇതിന് ഉയർന്ന പ്രതിരോധം, കുറഞ്ഞ ദ്രവണാങ്കം. അതായത് പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടി വന്നു കഴിഞ്ഞാൽ ഉരുകി പോയിട്ട് ഉപകരണങ്ങളെ സംരക്ഷിക്കുക. ലെഡും ടിന്നും ചേർന്ന ലോഹസങ്കരമാണ് ഫ്യൂസ്. അപ്പൊ ഏകദേശം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊതുജനാരോഗ്യ മേഖലയെ മുഴുവൻ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ലെങ്തി ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കുകളുടെ എണ്ണമാണ് എൻ്റെ സന്തോഷം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.